സ്ത്രീകളും അവരുടെ സൗന്ദര്യത്തിനെയും കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പൊതുവെ സ്ത്രീകൾ ഒരു നല്ല ഭാര്യയും നല്ല മരുമകളും നല്ല അമ്മയും നല്ല നാത്തൂനൊക്കെ ആകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആക്ച്വലി അവർക്ക് അവരുടേതായ സ്വന്തം വ്യക്തിത്വം ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെടുത്തിയിട്ട് വേറൊരാളായിട്ട് അഭിനയിച്ച് ജീവിക്കുകയാണ് മിക്ക സ്ത്രീകളും ചെയ്യുന്നത്. അവരൊരുപാട് അതിൻ്റെ കാരണമായിട്ട് ഒരുപാട് സ്ട്രെസ്സ്, മാനസിക പ്രശ്നങ്ങൾ, അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത അവസ്ഥ എന്നീ ഘട്ടത്തിലേക്കൂടി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ത്രീകൾ. അപ്പം അവർ ബാക്കിയുള്ള എല്ലാവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് അവർ മറന്നു പോകുന്നത് അവരുടെ ആരോഗ്യവും അവരുടെ സൗന്ദര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അവനവൻ്റെ ശരീരം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം അമ്മയാണെങ്കിലും അങ്ങനെ പറയുന്നില്ല, ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അത് അവർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ഫലപ്രാപ്തിയും ഉള്ള ആൾക്കാരാണ്. അപ്പം അവർ നമ്മളുടെ ആരോഗ്യവും സൗന്ദര്യമൊക്കെ ത്യജിച്ച് അതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ 100% ഡെഡിക്കേഷനൊക്കെ കൊടുത്ത് ചെയ്ത് അവനവൻ്റെ സൗന്ദര്യവും ആരോഗ്യമൊക്കെ നശിക്കുമ്പം വേറെ റിലേഷൻഷിപ്പുകളിലേക്ക് പോവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് സംഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അത് വേറെയും ഫേസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വയസ്സായി പോകുന്നുണ്ട്. അപ്പം സ്ത്രീകൾ എപ്പോഴും അവനവൻ്റെ ആരോഗ്യം നോക്കുക, സൗന്ദര്യം നോക്കുക. സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കളറോ ഇല്ലെങ്കിൽ അയാളുടെ ഭംഗിയൊന്നുമല്ല. സൗന്ദര്യം എന്ന് വെച്ചാൽ അയാളുടെ ആരോഗ്യമാണ് ഒരാളുടെ സൗന്ദര്യം. അതിന് കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാക്കുക, നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുക, ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കുക. ഇതൊക്കെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യോഗ, മെഡിറ്റേഷൻ എന്നൊക്കെ പറയും ആൾക്കാർ. പക്ഷേങ്കിൽ എല്ലാവർക്കും അത് പ്രാക്ടിക്കലല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യവും മനസ്സിലേക്ക് എടുക്കേണ്ടിരിക്കും. എല്ലാം എൻ്റെ തലയിലേക്ക് കൂടിയാണ് നടക്കുന്നത്, ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അവിടെ അത് സംഭവിക്കില്ല, അത് നടക്കില്ല, എൻ്റെ പ്രസൻസ് അവിടെ വേണം, എൻ്റെ കുട്ടികൾ ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ ഞാൻ അടുത്തുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഷർട്ട് എടുത്തു കൊടുക്കണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ നടക്കില്ല. അങ്ങനെയൊന്നുമില്ല ഈ ലോകത്തിൽ. അവർക്കെല്ലാവർക്കും കഴിവ് എല്ലാവർക്കും ഒരുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഓവറായിട്ട് നമ്മളുടെ ആരോഗ്യവും ബോഡിയും ശരീരവും ഉറക്കമൊക്കെ കളഞ്ഞ് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എല്ലാം വേണം, എല്ലാത്തിനും ഒരു പാകത്തിന് വേണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കലുള്ള പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സ്ത്രീകൾക്കും അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. സ്വന്തമായി വരുമാനം ഇല്ലാതെ സ്ത്രീകളൊക്കെ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നതാണ്. ഇൻ കേസ് അവർ കൊണ്ടുവന്ന സ്വർണം പോലും അവർക്കതൊന്നും എത്ര പ്രാവശ്യം അവർ ഇട്ടിട്ടുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ഇട്ടിട്ട് പോലും ഉണ്ടാവില്ല. കല്യാണ ദിവസം മാത്രം ഉപയോഗിച്ച ബന്ധങ്ങളുള്ള ഒരുപാട് പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ട്. അതിനകത്തൊന്നും സ്വന്തമായി എടുക്കാനോ ഉപയോഗിക്കാനോ ഉള്ള പെർമിഷൻ ഇല്ലാത്ത കുട്ടികളാണ് ലോകത്തിലൊരു 99% പെൺകുട്ടികളുടെയും അവസ്ഥ. അവർക്കൊന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ സ്വന്തം ആരോഗ്യം നോക്കുക, സ്വന്തം സൗന്ദര്യം നോക്കുക, സ്വന്തം സന്തോഷിക്കുക. അറ്റ്ലീസ്റ്റ് ഫുൾ ടൈം ടി വിയിലും മൊബൈലും അഡിക്റ്റ് ആയതുകൊണ്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക, നിറയെ വെള്ളം കുടിക്കുക, സന്തോഷിക്കുക, അങ്ങനെയൊക്കെ കാണിക്കുക. കാരണം ഇപ്പം നാട്ടിൽ ഒരുപാട് പല കുടുംബ പ്രശ്നങ്ങളും ഡിവോഴ്സൊക്കെ ഇഷ്ടംപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എല്ലാം ഇതൊക്കെ എൻ്റെ ലൈഫിൻ്റെ എൻഡാണ്, ഇതാണ് എൻ്റെ ലൈഫിൻ്റെ അവസാനം, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക.